ഹലോ ഗായ്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്വാഗതം. ഇന്ന് സ്വാഗതം പറയാൻ ഞാൻ മാത്രമല്ല കേട്ടോ, വേറെ ഒരാളും കൂടി ഉണ്ട്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഒന്നൊന്നര വീഡിയോ ആണ്. ഒരു കഷ്ടപ്പാടിൻ്റെ വേദനകൾ പറയാനുള്ള വീഡിയോ ആണ്. കഷ്ടപ്പാടിൻ്റെ വേദന എനിക്കല്ല കേട്ടോ പറയാനുള്ളതാ, ആൾക്കാണ്. എന്താ പറഞ്ഞോളൂ, വേദന പറഞ്ഞോളൂ ഒക്കെ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് എന്നതാ, കണ്ട ഒരുപാട് ചാർട്ടുണ്ട്. ഇതാ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പലതരം മുന്തിരിങ്ങ. ഇതെന്ത് പലഹാരങ്ങൾ. ഇതെല്ലാം ചാർട്ടിട്ടാ. PTC കഴിഞ്ഞു. ഇനിതാ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, വെറുതെ നമ്മ ഇത് കാണുമ്പോൾ നമുക്ക് അടുത്ത മുന്തിരിങ്ങ. ഇതെല്ലാം കാണുമ്പോൾ സങ്കടം, ചാടണോ വേണോ വെക്കാലോ. ഇത്രയുണ്ട്, ഒരുപാടുണ്ട്. ഇതെല്ലാം PTCൻ്റെ കേട്ടാ. PTCൻ്റെ ക്ലാസ് മെറ്റീരിയൽ ഒരുപാട് ബുക്കും എഴുത്ത്. എത്ര ഫയൽസിൻ്റെ നോക്കിയാൽ ഫയൽസിൻ്റെ കാണിച്ചു തരാം. സെമിനാർ കേട്ടാ. എക്സാം പേപ്പറും കളയുമ്പോ നമുക്ക് തോന്നും ശോ വേണ്ട വെക്കാന്ന്. പക്ഷെ വെച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടാ. വെച്ചിട്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ? ഉപകാരമുള്ളത് മാത്രം സെപ്പറേറ്റ് മാറ്റി വെക്കും. ബാക്കിയെല്ലാം ഒന്ന് കളയാന്ന് വിചാരിച്ചു. കളയുന്നല്ല, വേറെ തന്നെ സെപ്പറേറ്റ് വെക്കാന്ന് വിചാരിച്ചു. രാത്രി കുത്തിരുന്ന് എത്ര മണി വരെ? 2-3 മണി വരെ എല്ലാം എഴുതിയ ഉണ്ടാവും. ഞാൻ എൻ്റെ അങ്ങനെ എൻ്റെ ആവശ്യത്തിൽ മാത്രം എടുത്തില്ല, മറ്റെല്ലാം കളഞ്ഞു. പക്ഷെ ഇതെല്ലാം ഞാൻ ആക്രിക്ക് കൊടുക്കാൻ പറ്റുന്നതില്ലായിരുന്നു. ഞാൻ തെങ്ങിൻ്റെ മറ്റൊക്കെ ഈ സാധനം എൻ്റെ വാങ്ങാത്തിൻ്റെ അസംബ്ലിയില്ല. ഇതെല്ലാം ചെയ്യണമെങ്കിൽ എത്ര ബുദ്ധിമുട്ടുണ്ട് അറിയാം. എന്നിട്ട് വീട്ടിൽ കുത്തിരിക്കുക. ഇതെല്ലാം ചെയ്തു. TTC കംപ്ലീറ്റ് ആയി. ഇതിനുള്ളൊരു വാല്യൂ പോലും ഇല്ല നമുക്ക്. ഇന്റർവ്യൂ 15 ദിവസത്തെ ഡയറിയാണ് ഇത് കിട്ടത്. അങ്ങനെ അപ്പോൾ ഓളെ കഷ്ടപ്പാട് എന്തെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാൻ ചോദിച്ചു. ഞാൻ വീഡിയോ കൂടി എടുക്കാന്ന് വിചാരിച്ചിട്ടാ. എല്ലാവരും കാണണ്ടേ, ഒരു TTC ഒരു B.Ed എല്ലാം കംപ്ലീറ്റ് ആവണമെന്നുള്ളത് എത്ര പണിയുണ്ടെന്ന് അറിയോ. എല്ലാവരും പറയും നമുക്ക് പണിയില്ല അങ്ങനെ വിചാരിക്കണ്ട. ഉറപ്പില്ലാത്ത 2 വർഷമാണെന്നുള്ളത്. കണ്ട പക്ഷെ കളയാനോ ഒരു നിമിഷം മതി. എന്റെ സാമൂഹ്യ ശാസ്ത്ര ഡയറി വായിക്കാട്ടോ, ഞാൻ വായിക്കാം. അങ്ങനത്തെ ഡയറിയാ. മറ്റേ ഡയറി ഇല്ലേ, നമുക്ക് സ്കൂളിലേക്ക് പോകുമ്പോ ഫസ്റ്റ് ഡേ അങ്ങനത്തെ ആ ഡയറി ഉണ്ടാണല്ലോ. ഇത് ഒരു ബുക്കിനെ പറ്റിയിട്ടുള്ളത്. ഇതിട്ടാ ഡയറി ആവണം. അതെ, ഡയറിയാണ്. അതിൽ വായിക്കാം നമുക്ക് ഓരോ ദിവസം അങ്ങനെ ഉണ്ടാവുന്നത്. ഇത് വായിച്ചിട്ട് കാര്യം ടെക്സ്റ്റാണ്, നോക്കാം. ഇതെല്ലാം നമുക്ക് പഠിക്കാൻ യൂസ് ചെയ്യുന്ന പ്രശ്നമില്ല. പക്ഷെ മെറ്റീരിയൽ പറഞ്ഞല്ലോ. ഉള്ള ഡയറി കിട്ടിട്ടാ. UP ഇന്റേൺഷിപ്പ് ഡയറി. ഇന്ന് 4ാം സെമസ്റ്ററിന്റെ UP ഇന്റേൺഷിപ്പ് ആരംഭിച്ചു. AUP സ്കൂൾ കുണ്ടാറിലാണ് ഇന്റേൺഷിപ്പ്. 9:15 സ്കൂളിലെത്തി. 9:15 എത്തിട്ടാ. 3 പേരാണ് ഉണ്ടായത്. ആദ്യം തന്നെ HMനെ കണ്ട് രജിസ്റ്ററും മറ്റു ഫോം കൊടുത്ത് രജിസ്റ്റർ ഒപ്പിട്ടു. ഫസ്റ്റ് ഏത് സ്കൂളിലൂടെ പോയി നോക്കാം. നമുക്കതൊന്നും വേണ്ട, അത് ആദ്യത്തേണ്ടാവില്ല. അത് വേണ്ട കേട്ടോ. നമുക്ക് ലാസ്റ്റ് എന്തൊക്കെ സംഭവിച്ചിട്ട് നോക്കാം. സങ്കടമുള്ള ദിവസം ഉണ്ടായി നോക്കാം. ഇന്ന് 9:15 സ്കൂളിലെത്തി. ഇതിപ്പോൾ 14/1/2026 14/1 ജനുവരി 14 എത്തി. രജിസ്റ്റർ ഒപ്പിട്ടു. ആദ്യ പീരീഡ് സയൻസ് 5ാം ക്ലാസ്സിലാണ്. TLM അറ്റൻഡൻസ് അല്ലേ എടുത്തുകൊണ്ട് ക്ലാസ്സിൽ കയറി. ക്ലാസ് അധ്യാപിക ഇന്ന് അവധിയായിരുന്നു. കുട്ടികളുടെ ഹാജർ എടുത്ത് ക്ലാസ്സിലേക്ക് കടന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത കാര്യങ്ങൾ ചോദിച്ചു. നല്ല ഉഷാറുള്ള കുട്ടികളായിരുന്നു. കാണുന്നു AUP സ്കൂളിലെ 5ാം ക്ലാസ്സിലെ പിള്ളേരെ നിങ്ങളെ പറയുന്നത്. നല്ല ഉഷാറുള്ള കുട്ടികളായിരുന്നു.
ഓരോ ദിവസവും ക്ലാസ് എടുക്കുമ്പോൾ കുട്ടികൾക്ക് സംശയങ്ങളും കൂടുതൽ വരുന്നുണ്ടായി. അത് മനസ്സിലാക്കി കൊടുക്കുന്നു. ശേഷം ഫോസിൽ ഇന്ധനങ്ങൾ എന്ന വിഷയമാണ് പഠിപ്പിച്ചത്. ICT ഉപയോഗിച്ച് ഫോണിൽ ഇന്ധനങ്ങളുടെ വീഡിയോ പ്രദർശിപ്പിച്ചു. എങ്ങനെയാണ് ഉണ്ടായതെന്ന് വീഡിയോയിലൂടെ മനസ്സിലാക്കി കൊടുത്തുട്ടാ അവള്. മതി 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 മതി. ഇത് നോക്ക്, ഇത് ഡയറിയാണ്. ഇത് ഡയറി. ടീച്ചിങ് മാനുവൽ. ടീച്ചിങ് മാനുവൽ വേണ്ട, അത് ഇന്നുണ്ട്. ടീച്ചിങ് മാനുവൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സബ്ജക്റ്റിന്റെ ഒരു ഷോർട്ടായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഫിസിക്കൽ ഉപകാരമാണ് സംഭവമാണ്. 8 സബ്ജക്റ്റ് വേണ്ടല്ലേ. ഇതെല്ലാം വേണ്ടല്ലോ, ഇതെല്ലാം വരക്കുന്നുണ്ട്. വേണ്ട, പേപ്പറിലെ വെക്കും. മറ്റേ സാധനം വരക്ക് ഇതെല്ലാം എന്തെല്ലാം ഉണ്ട് നോക്കിയതാ. EVS ഇട്ടാ പിള്ളേർ പരീക്ഷ വെച്ചിട്ട് സെമിനാർ റിപ്പോർട്ട് എല്ലാം റിപ്പോർട്ട് ഒരു ക്ലാസ് എടുത്ത് അതിന്റെ റിപ്പോർട്ട് അതിന്റെ മാനുവൽ എന്തെല്ലാം തയ്യാറാക്കണം. 15-28 കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് ധന്യശ്രീക്ക് ചെയ്യാം. നിനക്കും എക്സാം ഉണ്ടായിരുന്നു പരീക്ഷ 50 ശാസ്ത്ര വിദ്യാഭ്യാസത്തിന് കിട്ടിയത് 25-22 ശാസ്ത്ര വിദ്യാഭ്യാസം. നമ്മളെ പേപ്പറിലെ കിട്ടുന്നുണ്ട്, ഒരു കാര്യം കിട്ടുന്നുണ്ട്. നമുക്ക് സെർച്ച് ചെയ്യാം. 24 ഉണ്ട് കേട്ടോ. അതിൻ്റെ EVS മാർക്ക് പറഞ്ഞുതരാ. പിന്നെ പരിസരവും പഠനവും 50-31 EVS സെമിനാർ. ഈ കുട്ടി ചിരിക്കുന്ന ഒന്നും അറിയില്ല. അങ്ങനെ ഓരോ സംഭവങ്ങൾ എടുത്ത് ഇതിപ്പോ TTCയും അതുപോലെ തന്നെ BEd ചെയ്തവർക്ക് ഇതെല്ലാം ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ടാവും കേട്ടോ. കഷ്ടപ്പാടെല്ലാം ഓർമ്മ വരുന്നുണ്ടാവും. ഇത് നോക്കിയതാ പൂമ്പാറ്റയുടെ ജീവിത ചക്രം. പിള്ളേർ മുട്ട, ലാർവ, പ്യൂപ്പ, ശലഭം. 4ാം ക്ലാസ് 3ാം ക്ലാസ് വരെ 3 കണ്ട. ഇതെല്ലാം മെറ്റീരിയലാക്കി പഠിപ്പിച്ച് പോയി. പക്ഷെ ജോലി കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് ഫ്രസ്ട്രേഷൻ വരാൻ കാരണം ഇതാണ്. ഇത്രയും കഷ്ടപ്പെട്ട് വെറുതെ വീട്ടിലിരിക്കുമ്പോൾ ആദ്യം കുട്ടിക്കായിട്ടാ. നീ പഠിച്ചോ? 3ാം ക്ലാസ്സിൽ പോയപ്പോ എന്നെ പഠിച്ചോ? നീ എക്സാം പേപ്പറുണ്ട്. 7ാം ക്ലാസ്സിൽ പിള്ളേർ മാത്സ്. ആരെ പേര് പറയാ? ആ പേര് ഫാത്തിമത്ത് നൂഹ. നീ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് 20-19 ഉണ്ട് കേട്ടാ. ഏറ്റവും കുറവുള്ള കുട്ടി ഇതും വേണ്ടേ? അങ്ങനെ നോക്കണ്ട. മിഡിൽ, ടോപ്പ്, മിഡില്, പിന്നെ ലോ. ഇല്ല അതൊക്കെ ഒരു കാര്യം. പഠനവും ബോധവും ഇതെല്ലാം പഠിച്ചിട്ട് ബോധം വന്നിനോ? ബോധമില്ലെന്ന് പോയി. ചാർട്ട് ഉണ്ട്, അറിയോ? എനിക്ക് ഏറ്റവും പണിയുണ്ടായിരുന്ന ചാർട്ടിനുണ്ടാണ്. ഈ ചാർട്ടിനെ എൻ്റെ ചാർട്ട് വൃത്തിയുണ്ടല്ലോ. അവള് നല്ല ആർട്ടിസ്റ്റ് ആട്ടാ. ഉണ്ടോ? വിവിധ തരം ജീവികൾ. നല്ല ചിത്രം വരക്കൂട്ടോ അവള്. കണ്ടാ, മാനുണ്ട്, തത്തയുണ്ട്, പാമ്പുണ്ട്. നല്ല ചാർട്ടാണ്. ഇതെല്ലാം ഇങ്ങനെ കാണിക്കുമ്പോൾ ഈസി ആയിട്ടുണ്ട്. പക്ഷെ ഇത് എഴുതി വരക്കണമെങ്കിൽ സെറ്റ് ആക്കണമെങ്കിൽ എത്ര പണി ഉണ്ടാവില്ല. നല്ല എഴുത്താട്ടാ. അയ്യോ, എന്റെ ഉറുമ്പ് പോയിട്ട് കീറിപ്പോയി. ഉറുമ്പിന്റെ പാട്ടാണ്. ഇത് പാട്ടാ. കുഞ്ഞനുറുമ്പിന്റെ കൂട് തകർത്തപ്പോൾ കുന്നോളം കുറിയാരി കൂമ്പാരം. പക്ഷെ പാട്ടെന്ന് പറഞ്ഞാല് ഭയങ്കര 4ാം ക്ലാസ്സിൽ പ്രകൃതി പാട്ടുണ്ടാവും.
ഏതൊരു വീട് വെച്ചിട്ടുണ്ട്. ഞാൻ ആരാണെന്ന് പറയണം കേട്ടാ. എനിക്ക് ഇര പിടിക്കാൻ മൂർച്ചയുള്ള നഖങ്ങളും പല്ലുകളും ഉണ്ട്. ഞാനാണ് കാടിന്റെ രാജാവ്. ഞാൻ ആരാണ്? ആര് രാജാവ് ഗിർന്ന് പല്ല് സൗണ്ട് ഉണ്ടാക്കുന്ന ആരാണ്? ആരാണ്? ലയനാണ്. ഇതൊക്കെ ചാർട്ടിട്ടായി വെച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മളെ ഇവിടെ കുറെ ഇങ്ങനെ കുറെ പുസ്തകങ്ങൾ അങ്ങളാവും മാത്രം, അങ്ങളാവും അങ്ങനെ ആവും മാത്രം. പൈസ ആണോ? ഫയലും ആയിട്ടേട്ടാ ഏതാ വരുന്നുണ്ട്. എടുക്കുന്നുണ്ട് എത്ര കാണിച്ചു തരുന്നുണ്ട്. എനിക്ക് ഇതിന്റെ ഫേസ് കാണുന്നില്ല. കൊറേ അങ്ങനത്തെ സാധനം ഉണ്ടാവും കേട്ടാ. എന്താ നിന്നെ കാണുന്നില്ല കേട്ടാ. ആ ഓക്കെ. പേപ്പർ ബാഗ്. ഇതെന്ത് കുട്ടിക്കോ വേണ്ടാത്തല്ലേ കെട്ടാലേ? കണ്ടോ 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 വേണ്ടാത്ത സംഭവങ്ങൾ ഇട്ടാ എല്ലാ സംഭവം ഫിഷ് ഉണ്ട്. പോകുമ്പോ പിള്ളേരെ ഗ്രീറ്റിംഗ് കാർഡൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. എന്റെ കുറെ കവറിനുള്ളിൽ നിന്നുണ്ട് ഓരോന്ന് വായിക്കട്ടാ. ഗ്രീറ്റിംഗ് കാർഡ് ആക്കി ഉണ്ടാക്കി. ഗ്രീറ്റിംഗ് കാർഡ് ഇട്ടത് ഉണ്ടോ? ഉണ്ട് ഇല്ല ഹാപ്പി ക്രിസ്മസ്. ഇത് ഹാപ്പി ക്രിസ്മസ് തന്നെ. മുഖംമൂടി ഇപ്പൊ വേണ്ട. എന്തെല്ലാം ചെയ്യണം. ട്രെയിനിങ്ങിന് പോകുമ്പോട്ടെ ഇതെല്ലാം ഏകദേശം വേണ്ട. ട്രെയിനിങ് പോകുമ്പോ പിന്നെ കമ്മീഷൻ വരുമ്പോ അല്ലെ? കമ്മീഷൻ വരുമ്പോ ഇതെല്ലാം മുമ്പിൽ പ്രദർശിപ്പിക്കണം. ഓ ഇതെല്ലാം ചാർട്ട് തന്നെയാണ്. ആ ബാമ്പി ബാമ്പി ഇതെല്ലാം നായിട്ട് നിങ്ങൾക്കായിട്ടാ. 1200 കൊടുത്തിട്ട് ഇത് മൊത്തം അത് തന്നെ കേട്ടാ. റാബിൻ്റെത്. പിന്നെ മിൻഹാസ് പേരില്ല. കുറെ പൈസ ഉണ്ട് കേട്ടാ. ഇത് ഇതെല്ലാം ഇത് കളയണ്ടേ? ഇത് ഭാവിയെന്തെങ്കിലും യൂസ്ഫുൾ ആവും. ഇത് കളയണ്ട. ഇത് കണ്ടല്ലോ. ശരിക്കും പൈസ അല്ല അല്ലേ? അല്ല അങ്ങനെ പിള്ളേർക്ക് പഴയ നോട്ടല്ലേ? ഞാൻ ചിത്രം കാണിക്കുന്നതേ. കണ്ടോ? ഇതൊരു കൊളേഷ് ആക്കിയിട്ടുണ്ട്. ഇത് നിന്റെ അമ്മേനെ ഒട്ടിച്ചതല്ലേ? ഫോട്ടോ ഇട്ടാൽ വേണ്ടിക്കോളൂ. കണ്ടോ? ഇത് ഒട്ടിക്കുമ്പോൾ ഓളെ വീട്ടിലുണ്ടായി. എനിക്കുള്ള ഫോട്ടോ അയച്ചു ഓർമ്മയുണ്ട് രാത്രി. ഇതൊരു ചിത്രം കാണുന്നില്ല. മലയാള മാസങ്ങൾ എന്തെല്ലാം ഉണ്ട് പറഞ്ഞ് കാണിച്ചു തരാൻ പറ്റാത്തത്രയും ഉണ്ട് കേട്ടാ. 2 വർഷത്തിലാണ് ഇതെല്ലാം. ഫസ്റ്റ് സെം ഇല്ല കേട്ടോ. ഫസ്റ്റ് സെമ്മിന് അത്ര ബുദ്ധിമുട്ടില്ല. സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫസ്റ്റ് സെമ്മിന് ട്രെയിനിങ് ഇല്ലല്ലോ. നമുക്ക് തേർഡ് സെം ബി എഡിന് പറയുമ്പോൾ തേർഡ് സെം മാത്രമേ ട്രെയിനിങ്. പക്ഷെ അത് ഈ ഒരു 3 മാസത്തിന് ഒന്നിച്ച് അതൊരു അങ്ങനെയാണ്. വീട് മാറ്റി കുറേ ഉണ്ട് കാണിച്ചു തരാനാണെങ്കിൽ കുറേ ഉണ്ട്. ഇതെല്ലാം നോട്ട്സ് ഇട്ടതാ. ഇതെല്ലാം കുത്തിയിരുന്ന് നോട്ട് എഴുതിയതാണ്. ഇങ്ങനെ പണ്ടൊരു പെന്നുണ്ടായി നല്ല മണം ഉണ്ടാവും. ആ പെന്ന് എഴുതിയാൽ ഇങ്ങനെ ഒരു മണം സെപ്പറേറ്റ്. ഇതൊക്കെ എഴുതാൻ എഴുതി
എല്ലാം ധന്യ വിറ്റിട്ട് കാശ് ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. എഴുതിയ പെന്നാ? ഓ പെന്ന മോളെ. ഇതൊക്കെ ഓള് 2 വർഷത്തിനുള്ളിൽ എഴുതി തീർത്ത പെണ്ണാട്ടോ. പെന്നും സ്കെച്ചും എന്തെല്ലാം ഉണ്ട്. എന്താ ഇതാ ചാക്കോയിട്ട് വന്നിട്ടുണ്ട്. നിറച്ച ഇനി ആവശ്യമില്ലാത്തതെല്ലാം നടക്കുന്നുണ്ട്. ഇതെല്ലാം എൻ്റെ കേട്ടാ. ഞാനന്ന് കളയാൻ മനസ്സിലാണ്ട് വെച്ചിട്ടുണ്ടായി. ഇനിയിപ്പോൾ തോന്നുന്നു വെച്ചിട്ട് കാര്യമൊന്നുമില്ല. ആ ഒന്ന് കളയാൻ വന്നിച്ചെല്ലാം എല്ലാം കൂടി കൊടുത്തേക്കാം. ഇതെല്ലാം ഇതാണ് റെക്കോർഡ് ഞാൻ പറഞ്ഞിട്ട്. ഇത് കളയല, ഇത് വേണം. ഇതും വേണം നമുക്ക്. അത് നമുക്ക് മെയിൻ സബ്ജക്റ്റ് ഉണ്ടാവും. സോഷ്യൽ സയൻസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടാവും. അപ്പോൾ അത് ഇരുന്നത് നല്ലതാണ്. ഡെമോൺസ്ട്രേഷൻ റെക്കോർഡാണിത്. ബിരിയാണി ഇതൊക്കെ കാര്യം തന്നെ. സംഗീത ന്യൂ ഇയർ ഫ്രണ്ട് ആക്കുന്നില്ലേ, അപ്പം അങ്ങ് കിട്ടിയ ബിരിയാണി ന്യൂ ഇയർ. ഞാൻ വായിച്ചിട്ട് പോലില്ല സംഗീത. സന്തോഷിക്കാനത്തിന്റെ അതിലൊരു ഇതുണ്ടാ, ചെറിയൊരു ലെറ്റർ ഉണ്ടാ? ഇല്ല അല്ലേ? അല്ല, ഇവിടെ അതിലെഴുതിയായിരുന്നു എന്തെന്ന്, എന്നെ ഓർക്കണം സംഗീത. ഇത് എന്നെ ഓർക്കണം സംഗീത ഓർക്കുന്നുണ്ട് കേട്ടാ. ഇപ്പോഴത്തെ ആ ബുക്ക് കാണുമ്പോൾ ഓർമ്മയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് വായിക്കാൻ വേണോട്ടോ. വായിച്ചോ. ഇതെല്ലാം വേണ്ടായി. ഇത് മാത്രല്ല, താഴെ ഉണ്ടെന്ന് തോന്നുന്നു എൻ്റെ ബുക്ക്. ഉണ്ട്, നിന്റെ കയ്യിലുണ്ടാവും. അതിലുണ്ട്. ഇതൊക്കെ എൻ്റെ റഫാണ്. റഫ് ഇതാണ് സൈക്കോളജി. സൈക്കോളജി നമ്മുടെ തൊണ്ടയ്ക്കും പിയാശയും ബ്രൂണറും എല്ലാം ഇതിൻ്റെ ഉള്ളിൽ ഉറങ്ങുന്നുണ്ട്. പക്ഷെ നല്ല ബുക്കായിട്ടത്. അത് നല്ല എൻ്റെ ഒരു ഫോട്ടോ കണ്ട. നമ്മ അവിടെ പോയ ഗ്രൂപ്പ് ഫോട്ടോ എടുത്തില്ല, അത് കാണുന്നില്ല കേട്ടോ. ട്രിപ്പ് ഉണ്ട് കേട്ടോ, B.Edന്റെ നല്ലൊരു അടിപൊളി ട്രിപ്പ് ഉണ്ട്. 10 ദിവസത്തെ ട്രിപ്പ്. ഡൽഹി, കുളു മണാലി. പൊള്ളി ട്രിപ്പ് ഉണ്ട്. പക്ഷെ ഗ്രൂപ്പ് ഫോട്ടോ ഉണ്ടായത് കാണുന്നില്ല. എൻ്റെ സിംഗിൾ ഫോട്ടോ ഇല്ലേ? താജ്മഹൽ അതൊന്ന് പൊളി. അതൊക്കെ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ B.Ed തീരാനാകുമ്പോൾ കമ്മീഷനെല്ലാം കഴിഞ്ഞിട്ട് കൂളുള്ള സമയത്ത്. നിങ്ങൾക്ക് എവിടെ ഉണ്ടായത്? മൈസൂർ ചിക്കൻ. ഒരു ഒപ്പ് ഇപ്പൊ ഒരു സൈന് വായിക്കണമെങ്കിൽ എത്ര പ്രാവശ്യം ഓഫീസിൽ പോയി അറിയാം. അത് ടാലി ആവണം നമുക്ക്. ടാലി ആവേണ്ട ഇതുണ്ടല്ലോ, ബ്ലൂ പ്രിന്റ് ആക്കിട്ട്. ബ്ലൂ പ്രിന്റ് ദൈവേ, ഒരു ബ്ലൂ പ്രിന്റ് മതി. അത് മതി നമ്മൾ ഇതാക്കാൻ. എന്റെ ബ്ലൂ പ്രിന്റ് തെറ്റിയിട്ട് എനിക്ക് അവിടെ ഇപ്പോൾ ഒരു ഷോപ്പ് വരുന്നുണ്ട്. അയാളെ നീ ടീച്ചറായിട്ട് ഇത് തരണം, എക്സ്ട്രാ പൈസ തരണം. അത്ര ഹെൽപ്പ്. ബ്ലൂ പ്രിന്റ് പറഞ്ഞ സംഭവം ഉണ്ട്. അതാക്കാം പണി. അത് ടാലിയാണ്. ഇങ്ങോട്ട് നോക്കിട്ട് ടാലിയാണ്. കുത്തി ഇരുന്നിട്ട് ചെയ്യേണ്ടത്. തെറ്റിയിട്ട് 2 വട്ടം തെറ്റി. 3ാമത്തിന് ബുക്കില്ല. എന്നിട്ട് എന്തെങ്കിലും വാങ്ങിയിട്ട് ഇനി ഇതിനെടുത്തിട്ട് ഓഫീസിൽ പോകുന്നത്. അടുത്ത ടാലിയാവില്ല. അതാ ഒപ്പിട്ടതല്ലേ. സൈന് വാങ്ങിയിട്ട് നമ്മൾ പ്രിൻസിപ്പൾ ഉണ്ട് കുഞ്ഞിരാമൻ സാർ. ആ സാറിനെ തന്നെ മുമ്പിൽ ദൈവം എന്നെല്ലാം ബൈക്കിലായിട്ട് അറിയാം. ഇംഗ്ലീഷാണ് നടക്കുന്നത്. ഇംഗ്ലീഷിന് വേണ്ടിയിട്ട് പോകുമ്പോഴത്തേക്ക് ടാലി ആയിട്ട് എന്തെങ്കിലും പറയും. നല്ല ഭാഷയായിരുന്നു പ്രിൻസിപ്പൾ കുഞ്ഞിരാമൻ സാർ. സാർ നോക്കണം കേട്ടോ വീഡിയോ. അറിയില്ല. അപ്പോൾ കുറച്ച് എന്താ ഇതെല്ലാം കളയുമ്പോൾ ശരിക്കും പറഞ്ഞെങ്കിൽ ചിരിച്ചിട്ട് തമാശയൊക്കെ എടുത്തിട്ട് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ഇത് കളയുമ്പോൾ ഒരു ഫീലുണ്ട്. കാരണം അത്ര കഷ്ടപ്പെട്ട് ചെയ്യുന്ന സംഭവമാണ്. അത് നമ്മൾ പറഞ്ഞിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനൊന്നും പറ്റൂല. അത്ര ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞാൽ അത്ര 2 വർഷം, അതൊരു 1.5 വർഷമായിരിക്കും. അതിൻ്റെ എല്ലാ കഷ്ടപ്പാടാണ് ഇപ്പോൾ ഉള്ളത് കാണുന്നത്. ഇനിയിപ്പോൾ ഇത് വെച്ചിട്ട് കാര്യമില്ല. വെച്ചിട്ട് പറഞ്ഞാൽ നമുക്ക് അറിയാമെന്ന് മാത്രമേ ഉള്ളൂ. എന്തോ കാര്യമില്ല. ഇത് വെച്ചിട്ട് എന്തോ കാര്യമില്ല. പിന്നെ ആവശ്യമുള്ളത് മാത്രം PDF എല്ലാം ഉണ്ട്, സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം കളയാന്നല്ലാണ്ട് വേറെ ഒരു ഓപ്ഷനും ഇല്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്ര മാത്രമേ ജസ്റ്റ് ചെയ്തു. അപ്പോൾ ഒരു ആരെങ്കിലും ഈ വീഡിയോ B.Ed TTC ചെയ്തവർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളെ എക്സ്പീരിയൻസ് കൂടി ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. കമൻറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ.